നമസ്കാരം. ചില ട്രോമാസ് പേറുന്ന ആളുകളോട് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ചില വാക്കുകളുണ്ട്. ഒന്ന്, ഇതൊക്കെ ഇനിയും ആലോചിച്ചിരുന്നിട്ട് എന്താ കാര്യം, അതൊക്കെ മറക്കണ്ടേ, അതങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, അവരോടൊക്കെ നമ്മൾ പൊറുക്കണം, എന്നിട്ട് നീ നിന്നെ സ്നേഹിക്കുക. എന്നിട്ട് അതൊക്കെ ഒരു എന്താ പറയുക, അവരോട് പുറത്താൽ മാത്രമേ നിനക്ക് അതിൽ നിന്ന് ഹീൽ ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയും. നിനക്ക് സംഭവിച്ചത് നല്ലതിനാണെന്ന് വിചാരിക്കുക. ഇങ്ങനെയൊക്കെ ഇതിലും വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നില്ലേ ലോകത്ത്, അങ്ങനെയൊന്നും നിനക്ക് സംഭവിച്ചില്ലല്ലോ. ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുടെ അടുത്ത് സാധാരണഗതിയിൽ പറയുന്ന കുറച്ച് വാക്കുകൾ ഇതൊക്കെ അല്ലേ. അതായത് മറന്നുകൊണ്ട് ഇത്ര നാളായി ഇതൊക്കെ കുട്ടിക്കാലത്ത് സംഭവിച്ചു, ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നേ, അത്രയ്ക്കല്ലേ സംഭവിച്ചോളൂ, അതൊക്കെ മറക്കണം, അതൊക്കെ ഹീലാവണ്ടേ, എന്നിട്ട് പുതിയൊരാളാവണം, ഇതൊക്കെ പറയാം. ഇത് നമ്മുടെ അടുത്ത് ഒരാളൊരു വിഷമം പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതാണ് അയാളോട് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം. ഇപ്പോൾ കൺസൾട്ടേഷന് വരുന്ന ആളുകളുടെ അടുത്ത് ഇങ്ങനെ അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ ഞാനൊരിക്കലും ഇത്തരം ഡയലോഗ്സ് പറയാറില്ല. അത് എൻ്റെ പ്രൊഫഷണൽ എത്തിക്സിനെതിരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇരിക്കാമെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ചില ഏരിയാസിൽ വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ എനിക്കൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരത് ശ്രദ്ധിച്ച് കേൾക്കും. കാരണം എനിക്ക് പറയാൻ അവകാശമുണ്ട്. ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ള എല്ലാ ഫീലിങ്സും ഉള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണ് ഞാൻ. അപ്പോൾ ഞാനും ഇത്തരം മോശം സംഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇമോഷണലി വല്ലാണ്ട് ഡ്രെയിൻഡ് ആയിട്ടുണ്ട്. ഒരു സപ്പോർട്ടിന് ആരും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ഷെയിം. അപ്പോൾ അവർ ചോദിക്കും, അപ്പോൾ അതെങ്ങനെയാണ് മാം ഹാൻഡിൽ ചെയ്തത്, എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ തകർന്നു പോയില്ലേ? ഉറപ്പായിട്ടും തകർന്നു പോകുമല്ലോ. പക്ഷേ നമ്മൾ എത്ര തകർന്നാലും എഴുന്നേൽക്കണം. അതാണ് നമ്മുടെ ഒരു ശക്തിയാണ് വേണ്ടത്. അപ്പം ഹീലിംഗ് എപ്പോൾ നടക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഒരു പ്രോസസ്സിൽ എവിടെയോ നടക്കുന്ന ഒരു ദിവ്യമായിട്ടുള്ളൊരു പുണ്യമായിട്ടുള്ളൊരു ഒരു തലമാണ്. അതിൽ നമ്മൾ ഒരാളെ കാണുന്ന ഉടനെ കുറേ ഡയലോഗ്സ് ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് പറയാൻ പറ്റുന്നതല്ല. അതിന് ഒരു മെഡിസിൻ കൊടുത്ത് വെജിറ്റബിൾ സ്റ്റേറ്റ് ആക്കുന്നതും അല്ല ഹീലിംഗ് ഒരു പ്രോസസ്സാണ്. അതിൽ ചിലപ്പോൾ തെറാപ്പിസ്റ്റും ക്ലയൻറ്റും തമ്മിൽ നല്ലൊരു റാപ്പോ വേണം. അത് ഹെൽത്തി ആയിട്ടുള്ള, ഞാൻ ഒരു ലിമിറ്റിനപ്പുറത്തിലോട്ട് ഇമോഷണലി ഞാൻ ആരുമായിട്ടും കണക്റ്റഡ് ആവാറില്ല. ബട്ട് സ്റ്റിൽ എൻ്റെ ക്ലയൻസുമായിട്ട് ഞാൻ അങ്ങനെ ഒരു ഇമോഷണലി ഒരുപാട് ഞാൻ കണക്ഷൻ ഇമോഷണലി വളരെ ഇതായിട്ട് എൻ്റെ തോളില്ലേൽ നിൽക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ ഒരിക്കലും കൊണ്ടെത്തിച്ചിട്ടില്ല. അവരുടെ ഒരു ഓക്കെ ആവുന്ന സ്റ്റേജിൽ അവർ പൊയ്ക്കോണം. അതങ്ങനെയാണല്ലോ വേണ്ടത്. പിന്നെ ഇതിനകത്തിൽ എൻ്റെ വളരെ ഗൂഢമായൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ, എൻ്റെ ലൈഫിൽ എപ്പോഴൊക്കെയോ എനിക്കൊരാൾ വേണമായിരുന്നു. അതാരെന്നൊന്നുമില്ല, എന്നെ ഒന്ന് കേൾക്കാൻ, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, പോകട്ടെ സാരമില്ല ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് ചോദിക്കാൻ എനിക്കൊരാൾ വേണമായിരുന്നു. ആ ഒരാളാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ തേടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ആർക്കൊക്കെയോ അങ്ങനെ ഒരാളാവാൻ എനിക്ക് സാധിച്ചെങ്കിൽ അതൊരു ഏറ്റവും വലിയ പുണ്യമായിട്ട് ഞാൻ കാണുന്നു.